കെ.പി.സി.സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ ഉടൻ മാറ്റും. ഇതോടെ സംസ്ഥാനത്തെ കോൺഗ്രസിനെ നയിക്കാൻ പുതിയ കോൺഗ്രസ് അധ്യക്ഷൻ വരും. തിരുവനന്തപുരത്ത് നടക്കുന്ന UDF യോഗത്തിൽ പങ്കെടുക്കാതെ കെ സുധാകരൻ ഇന്ന് ഡൽഹിയിലെത്തിയിട്ടുണ്ട്. അധ്യക്ഷ മാറ്റത്തിൽ വിശദമായ ചർച്ചയ്ക്ക് വേണ്ടിയാണ് സുധാകരനെ ഡൽഹിയിലേക്ക് ഹൈക്കമാൻഡ് വിളിപ്പിച്ചത്. ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായി സുധാകരൻ കൂടിക്കാഴ്ച നടത്തിയിട്ടുമുണ്ട്. സുധാകരനെ ദേശീയ പ്രവർത്തക സമിതിയിൽ ക്ഷണിതാവാക്കും. ആന്റോ ആന്റണി MP, സണ്ണി ജോസഫ് MLA എന്നിവരാണ് പുതിയ അധ്യക്ഷനാകാൻ പരിഗണനയിലുള്ളവർ. ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ തന്നെ പൊതു അഭിപ്രായം രൂപപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് റോമൻ കാത്തലിക് വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് ഈ ആവശ്യത്തെ ഹൈക്കമാൻഡും ശരിവെക്കുന്നുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇക്കാര്യം പരിഗണിച്ചുകൊണ്ടാണ് ഇരു നേതാക്കളെയും അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. എന്നാൽ അതേസമയം സംസ്ഥാനത്തെ പാർട്ടിയിൽ അടിമുടി അഴിച്ചുപണിയാണ് ഹൈക്കമാൻഡ് ലക്ഷ്യമിടുന്നത്. തെരഞ്ഞെടുപ്പിനെ നയിക്കാൻ പുതു നേതൃനിരയെ രംഗത്തിറക്കാനാണ് ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനമുള്ളത്. കോർ കമ്മിറ്റി രൂപീകരണത്തിലേക്ക് ഉടൻ തന്നെ കടക്കുകയും ചെയ്യും. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി. മുൻ KPCC അധ്യക്ഷന്മാർ ഉൾപ്പെടെ 11 പേരെ ഉൾപ്പെടുത്തുകയും ചെയ്യും. തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഉൾപ്പെടെ ചുമതല ഈ കമ്മിറ്റിക്കായിരിക്കും ഇനി ഉണ്ടാവുക. UDFിലും അഴിച്ചുപണി നടത്തിയേക്കും. കൺവീനറായ MM ഹസനെ മാറ്റുമെന്നും സൂചനയുണ്ട്. എന്നാൽ അതേസമയം തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകളോട് പ്രതികരിച്ചുകൊണ്ട് കെ സുധാകരൻ രംഗത്തെത്തിയിരുന്നു. ഹൈക്കമാൻഡിന്റെ തീരുമാനം അനുസരിക്കുമെന്നും KPCC അധ്യക്ഷനെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല എന്നും കെ സുധാകരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. ഹൈക്കമാൻഡ് പറയുന്നത് അനുസരിക്കാനേ എനിക്ക് യോഗമുള്ളൂ എന്നും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹൈക്കമാൻഡ് തീരുമാനം മനസ്സോ ശിരസോ സ്വീകരിക്കുമെന്നും വിഷയത്തിൽ മണിക്കൂറുകളോളം കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഹൈക്കമാൻഡിന്റെ അന്തിമ തീരുമാനം എന്റെ കൂടി തീരുമാനമാണ്. ഇതായിരുന്നു കെ സുധാകരന്റെ വാക്കുകൾ. അധ്യക്ഷനെ മാറ്റുന്നത് സംബന്ധിച്ച് തന്നോട് സൂചിപ്പിച്ചിട്ടില്ല. മാറ്റം അനിവാര്യമാണെന്ന തോന്നൽ തനിക്കില്ല എന്നും പ്രവർത്തനം വിലയിരുത്തേണ്ടത് ഹൈക്കമാൻഡ് ആണ് എന്നും ഗുഡ് ബൈ എന്നും നിലവിൽ സംതൃപ്തനാണ് എന്നും താൻ സന്തോഷവാനാണ് എന്നും കെ സുധാകരൻ പ്രതികരിച്ചിരുന്നു. എന്നാൽ അതേസമയം തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ള നേതാവ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരണമെന്ന് തന്നെ കേരളത്തിലെ പാർട്ടിക്കുള്ളിൽ പൊതു അഭിപ്രായമുണ്ടായിരുന്നു. ഈ അഭിപ്രായം വളരെ കുറച്ചു കാലം മുതലേ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നതുമാണ്. മാത്രമല്ല, കോൺഗ്രസിലെ അഴിച്ചുപണിയോടൊപ്പം തന്നെ UDFിലും വലിയ തരത്തിലുള്ള അഴിച്ചുപണിയിലേക്ക് ഒരുങ്ങുകയാണ് ദേശീയ നേതൃത്വം.